Good morning, friends. It's me, Simon, YouTube channel. Welcomes you all. Have a fantastic, positive day. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടു. ഉണ്ടോ? സൂപ്പറായിട്ട് വിള കഴിഞ്ഞു, കൃഷി കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞു. ഇവിടെ കൊയ്ത്തായില്ല, അത് പിന്നീടാണ് ഒരു 15 ദിവസം താമസം അവർ വിതച്ച്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ്. പിന്നെ നമ്മുടെ ശാസിക്കേണ്ടവർ ശാസിച്ചപ്പം നമ്മുടെ മലയാള ചാനലൊക്കെ മര്യാദ പഠിച്ചല്ലേ. വെറുതെ പാനിക്കാക്കി ജനത്തിനെ പേടിപ്പിക്കുന്ന സ്ഥിതിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ മാറിപ്പോയി. പലരും യാത്ര പോലും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇതൊക്കെ കേട്ട് പേടിച്ചിട്ട്. നമ്മൾ BBC-യും CNN നോക്കുമ്പോൾ അവിടെ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ കേരളത്തിലെ ചാനലുകൾ ചർച്ച നടത്തുന്നു, ഊട്ടിപ്പിടിപ്പിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ആകെ ബഹളമായിരുന്നു. പറഞ്ഞു GCC രാജ്യത്തോട്ട് കയറ്റത്തില്ല, വിലക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മര്യാദക്കാരായി. മര്യാദ രാമന്മാരായല്ലേ. ഓക്കെ, അല്പം ശിക്ഷണവും അല്പം നിയന്ത്രണമൊക്കെ വേണം അല്ലേ. ചുമ്മാ വായിതൊന്നും എന്തും പറയാൻ പാടില്ലല്ലേ. അതല്ലേ ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സാമൂഹ്യ രംഗത്ത് ഇപ്പോൾ ഞാൻ അല്പം മുമ്പ് ഒരാൾ സംസാരിക്കുകയായിരുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കുടിശ്ശികയുള്ള DA ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. അത് എവിടുന്ന് കൊടുക്കും സാറേ അതിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന മെച്ചം കൊണ്ടായിരിക്കാം. കാരണം ഇപ്പം ഫോറസ്റ്റൊക്കെ കാര്യമായിട്ട് വന്നുകൊണ്ടിരുന്ന വന്യമൃഗങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ ഇത് കാണാനൊക്കെ ധാരാളം വിദേശത്തുനിന്നും ദേശത്തുനിന്നും ടൂറിസ്റ്റുകൾ വരുന്നു. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ നല്ലതാണ്. അവർ മാന്യമായ അതിഥികളെ സ്വീകരിക്കുന്നു, മാന്യമായി പെരുമാറുന്നു. പിന്നെ ഭാഷാ പരിജ്ഞാനം ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഏതോ ഒരാൾ പറയും ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ബോർഡുള്ളത് കേരളത്തിലാണെന്ന്. സത്യമല്ലേ? എല്ലാം ഇംഗ്ലീഷിലല്ലേ നമ്മളെല്ലാം എഴുതുന്നത്, ഹാൻഡിൽ ചെയ്തൊക്കെ. അത് നമുക്കൊത്തിരി പ്രയോജനം ചെയ്തു. എന്തായാലും ടൂറിസ്റ്റുകളുടെ വരവ് നമ്മുടെ ഖജനാവിനെ നിറയ്ക്കുക. അതുപോലെ തന്നെ ഗേറ്റ് പൈപ്പ് ലൈനിൻ്റെ ടാക്സ് ഖജനാവിനെ നിറയ്ക്കുക. വിഴിഞ്ഞം പദ്ധതി ഖജനാവിനെ നിറച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ ആ പരമദരിദ്രൻ എന്നുള്ള നിലയിൽ നിന്ന് നാം പിടിച്ചു കയറി. ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. എന്നിരുന്നാലും ഒരല്പം നിയന്ത്രണവും ഒരല്പം ബുദ്ധി ചാതുര്യവും കൊണ്ട് നമുക്ക് നേരിടാവുന്നതേ ഉള്ളൂ എന്ന വിഷയത്തിലേക്ക് കേരളം എത്തി. അതിന് കേരള ഗവൺമെൻറ്റിനൊരു ഉഗ്രൻ സല്യൂട്ട്. വീണു പോകുന്നൊക്കെ നമ്മളെല്ലാം കരുതിയതാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാം, കേന്ദ്ര ഗവൺമെൻറ്റിന്. പക്ഷേ അത് ശാസ്ത്രീയമായ മാനേജ്മെൻറ്റ് കൊണ്ടും ചിലവ് ചുരുക്കിക്കൊണ്ടുമൊക്കെ അതിനെ അവർ അതിജീവിച്ചു. വെരി ഗുഡ്. ഇപ്പം ജീവനക്കാർക്ക് അവരുടെ DA എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെൻഷൻകാർക്ക് അവരുടെ ക്ഷാമത്തെ എന്നൊക്കെ പറഞ്ഞാൽ DR-ഉം DA-യും ഡിസ്ട്രസ് റിലീഫാണ്. ഓക്കെ, അപ്പോൾ അത് അവർക്ക് എങ്കിലും അത് കിട്ടിയെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം സമൂഹത്തിലുണ്ടാകുന്ന വിലക്കയറ്റത്തിനനുസരിച്ചാണ് DA കേന്ദ്ര ഗവൺമെൻറ് ക്രമീകരിക്കുന്നത്. അപ്പോൾ അത് യഥാസമയം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും ദാരിദ്ര്യമുണ്ട്. ചിലർ കൂലിപ്പണിക്ക് പോകാനൊക്കെ തുടങ്ങി ആ സ്ഥിതിയിലേക്ക് വന്നായിരുന്നു. ഞാൻ കയറ്റിപ്പറയല്ല, ബുദ്ധിമുട്ടുമുണ്ട്. അപ്പം അതിനെല്ലാം ഗവൺമെൻറ് ബോധ്യപ്പെട്ട് മറ്റെല്ലാം ക്രമീകരിച്ച് ഉൾപ്പെടെ ഇതും ക്രമീകരിച്ചു അല്ലേ. പിന്നെ ഗവൺമെൻറ് ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. അതായത് പെൻഷൻ പ്രായം 56 എന്നത് മഹാനാണക്കേടാണ്. അത് 62 വയസ്സായിട്ട് കൂട്ടണം. അമേരിക്കയിലൊക്കെ 75 വയസ്സിൽ റിട്ടയർ ചെയ്യിക്കുമ്പോഴാണ് ഇവിടെ 56 വയസ്സിൽ റിട്ടയർ ചെയ്തിട്ട് പെൻഷനും കൊടുത്ത്, ഞാനുൾപ്പെടെ 56 റിട്ടയർ ചെയ്തതാണ്. ഇപ്പോഴും ഞാൻ പെൻഷനായി 10 വർഷം കഴിഞ്ഞു പെൻഷനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബൗദ്ധികവും സൈദ്ധാന്തികമായ വശങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പെൻഷൻ പ്രായം അടിയന്തരമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് 62 വയസ്സോ 65 ആക്കിയാലും കുഴപ്പമില്ല. ഈ പണ്ട് 55 വയസ്സിൽ പെൻഷൻ, ഞാൻ പഴയ കഥയൊന്നും എടുത്ത് പറയുന്നില്ല, 50 വയസ്സിൽ ആളുകൾ മരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. അന്നാ അത് ഫിക്സ് ചെയ്ത്. അപ്പോൾ പെൻഷൻകാർ വളരെ നന്നേ കുറവായിരുന്നു പെൻഷൻ മേടിക്കും. ഇന്ന് സ്ഥിതി അതല്ല. ശാസ്ത്രം വളർന്നു, ആരോഗ്യരംഗം വളർന്നു, ആളുകൾ വ്യക്തിശുചിത്വം പാലിക്കാൻ തുടങ്ങി, ആളുകൾ എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി, അവർ ഭക്ഷണം നിയന്ത്രിക്കാൻ തുടങ്ങി. അപ്പോൾ ആയുസ് അങ്ങ് കൂടുക.
നമ്മുടെയൊക്കെ ലക്ഷ്യം 110 വയസ്സ് വരെ ജീവിക്കണമെന്നാണ്. ജപ്പാൻകാർക്ക് 100 അവിടുത്തെ മിനിമം മരണമാണെങ്കിൽ, മിനിമം ഏജാണ് ഡെത്തിൻ്റെ. 110-120 അവർ പോകുന്നെങ്കിൽ നമുക്കും പോകാൻ പറ്റും. അതാണ് നമ്മുടെ ശ്രമം. പെൻഷൻ ഗവൺമെൻറ് കാലേ കൂട്ടി ഇത് കാണണം. ആയുസ് കൂടിക്കൊണ്ടിരിക്കുന്നു, ആരോഗ്യമുള്ള ജനത കൂടിക്കൊണ്ടിരിക്കും. അപ്പം ആരോഗ്യമുള്ള ജനതയെ കൂടുതൽ പണിയെടുപ്പിക്കണം. 62 വയസ്സായിട്ട് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ എനിക്കെന്തോ, ഞാൻ റിട്ടയർ ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞ ആളാണ്, 11ാം വർഷമാണ്. അപ്പം പക്ഷെ സമൂഹത്തെ പ്രതി പറയുന്നു, തീർച്ചയായിട്ടും അടിയന്തരമായി പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് ഉണ്ടാകുന്ന അപേക്ഷ അയക്കാം. ഇപ്പോൾ അത് കൂട്ടിയല്ലോ, 40 വയസ്സ് വരെ അപേക്ഷിക്കാൻ നോക്കിയല്ലോ. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. അതുകൂടെ ചെയ്താൽ ഒന്നായിരിക്കും. പിന്നെ നമ്മുടെ തുരങ്കം ഉദ്ഘാടനം സൂപ്പറായിരുന്നു. നമ്മുടെ നാടിനെ ഉന്നതിയിലേക്ക് നയിക്കാൻ ആ തുരങ്കം സഹായിക്കും. എന്തു വന്നാൽ ഒരു ചെറിയ വണ്ടിയുടെ റിപ്പയറിങ് വന്നാൽ 2 ദിവസമൊക്കെ വഴി കിടക്കേണ്ട സ്ഥിതി മാറി. നമുക്ക് വളരെ നന്നായി. എന്തായാലും ഉചിതമായ തീരുമാനമാണ്. തീർച്ചയായിട്ടും എല്ലാ ഭാവങ്ങളും നേരുകയാണ്. അത്തരം തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കാണിക്കുന്ന ആ ഉത്കൃഷ്ടതയ്ക്ക് നമ്മൾ കൃതജ്ഞത അർപ്പിക്കുന്നു, സല്യൂട്ട് അടിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എനിഹൗ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ കേരളം വളർന്നു വരികയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയും ഈ IPS, IFS, IAS മാത്രം പോരാ, സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കും കോളേജ് അധ്യാപകർക്കും ബാലവാടി ടീച്ചർമാർക്കും ഒക്കെ ഒന്ന് വിദേശത്ത് പോയി പരിശീലനം ഒരു 3 മാസം കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നന്നായിരിക്കും. അത് മുഴുവൻ പൈസയും ഗവൺമെൻറ്റിൻ്റെ വേണ്ട, അവരുടെ LTC ഒക്കെ കണക്ട് ചെയ്ത് വിടാമല്ലോ. LTC കണക്ട് ചെയ്ത് വിടാം ഗവൺമെൻറ് ഒരു ഓർഡർ പ്രകാരം. നിങ്ങളുടെ LTC ഉണ്ട്, അതിൽ നിന്ന് ഇത്ര രൂപ പിടിക്കും, ബാക്കി നിങ്ങൾക്ക് ഗവൺമെൻറ് ചിലവാക്കും. പോയി വരാൻ പറഞ്ഞ് പോയി വരുവർ. എന്നു വെച്ചാൽ നാടിൻ്റെ ഉയർച്ചയ്ക്കനുസരിച്ച് അവരെ പെരുമാറാനൂടെ പഠിപ്പിക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വരുമ്പം ഉണ്ടാകുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമേരിക്കയെ പോലെ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കയെ കവിഞ്ഞ് നിൽക്കണം. നമ്മൾ യൂറോപ്പിനെ പോലെ ആയെന്ന് പറഞ്ഞിട്ട് യൂറോപ്പിനൊക്കെ കവിഞ്ഞ് നിൽക്കണം. അങ്ങനെ വേണമെങ്കിൽ നമ്മളെ എല്ലാ മേഖലയിലും പരിശീലനം ആവശ്യമാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംഭാഷണത്തിൽ, വസ്ത്രധാരണ രീതിയിൽ, ഭക്ഷണത്തിൽ, എക്സസൈസിൽ, മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഒരു പോസിറ്റീവ് തിങ്കിങ് ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമം കൂടെ ഗവൺമെൻറ് നടത്തണം. വെറുതെ അങ്ങ് പണ്ടൊക്കെ ഈ പലരും ഭരിച്ചിട്ട് പരാജയപ്പെടുക, അവരൊക്കെ അങ്ങ് ഭരിക്കുമായിരുന്നു. അല്ല, ഒരു ദീർഘവീക്ഷണം മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുക. ഇപ്പം അങ്ങനെയല്ല. 10 വർഷം മുമ്പോട്ട് കണ്ടല്ലേ, 15 വർഷം മുമ്പോട്ട് കണ്ടോണ്ടേ. അതുകൊണ്ടാണ് ജനങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇഷ്ടപ്പെടുന്നത്, ഹഗ് ചെയ്ത് ഇഷ്ടപ്പെടുക, ഹഗ് ആൻഡ് ലവ് എന്ന് പറയുന്നത്. കാരണം അതുപോലെ ഓരോ പ്ലാനിങ് പദ്ധതിയൊക്കെ വരുന്നത്. ഒരു 2035 വരേണ്ട കാര്യമാണ് ഇപ്പം തുരങ്ക നിർമ്മാണത്തോടു കൂടി നമ്മൾ സാധിച്ചെടുക്കാൻ പോകുന്നു. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി വരുന്ന തുടർ ഗവൺമെൻറ്റും ഇതുപോലെ തന്നെ നിൽക്കണം. നമുക്ക് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഏത് ഗവൺമെൻറ് വന്നാലും ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോകണം. പക്ഷേ പദ്ധതികൾ വെച്ച് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അവർ പ്രോഗ്രസ് കാർഡ് വെച്ചിരിക്കുക. അവർ ഇലക്ഷന് അവരുടെ മാനിഫെസ്റ്റോ വരും, എന്നിട്ട് ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് വെച്ച് ഞങ്ങൾ മാനിഫെസ്റ്റോ ഇന്നത് പറഞ്ഞു, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്ത വർഷം ഇങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലം അവർ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രോഗ്രസ് കാർഡും ആയിട്ട് നിൽക്കുകയാണ്. അതായത് അത്രയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കണ്ടും പഠിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ മാറ്റി വേറെ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവർ ചെയ്യേണ്ടുന്നത് ഇതിലും കാര്യക്ഷമമായ പദ്ധതികൾ പ്രഖ്യാപിക്കണം, പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കണം, ജനങ്ങളോടൊപ്പം നിൽക്കണം. ഇപ്പോൾ കണ്ടില്ലേ, 63 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊരു 7-8% ആളുകൾ അനർഹരാണെന്ന് കണ്ടെത്തി, പ്രാഥമികമായി കണ്ടെത്തി. പക്ഷേ ഇത് എൻക്വയറിക്ക് ക്രൈറ്റീരിയ വെച്ച് പരിശോധന നടത്തുക. അങ്ങനെ വരുമ്പം കുറേ ആളുകൾ ഒഴിഞ്ഞു പോകും, അർഹതയില്ലാത്തവർ. അപ്പോൾ അത്രയും അർഹതയുള്ള ആളുകളെ കയറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഗുഡ് മോർണിംഗ്, അത്തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം, പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും
ഈ വരാൻ പോകുന്ന ഇലക്ഷൻ വളരെ ചിന്തിച്ചും ബുദ്ധിപൂർവ്വത ഉപയോഗിച്ചുമൊക്കെ വേണം നമുക്ക് തീരുമാനിക്കാൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഗോഡ്. താങ്ക് യു.